നമുക്ക് ട്രാൻസിഷൻ എന്താ നോക്കാം. തൊട്ട് ട്രാൻസിഷൻ നമ്മൾ രണ്ട് സീൻ തമ്മിൽ എന്തെങ്കിലും ജോയിൻ ഫാക്ടർ ആണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആണ് സൈക്കിൾ കഴിഞ്ഞിട്ട് സൈക്കിൾ നിർത്തുന്ന ഈ വീഡിയോ. ഇത് കറക്റ്റ് സീനിലേക്ക് കട്ടായിട്ടാണ് വരുന്നത്. ഈ സീനിലേക്ക് നമ്മൾ വേറെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസിഷൻ. ഇതെങ്ങനെയാണ് കാണിച്ചത്. ട്രാൻസിഷനിൽ നമുക്ക് കുറെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇത് നമുക്ക് 3D സെലക്ട് ചെയ്തിട്ട് അഞ്ചാമത്തെ ഒരു ട്രാൻസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ORB1 ഉള്ളത്. ഇത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് വീഡിയോ, താഴത്തെ ലെയറിലുള്ളത്. ഇതാണ് ഫസ്റ്റ് വീഡിയോ. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വീഡിയോ. ഇത് തമ്മിൽ നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്ത ഒരു ട്രാൻസിഷൻ എഫക്റ്റ് കൊണ്ടുവരാമെന്നാണ് കാണിച്ചത്. ട്രാൻസിഷനിൽ ഇപ്പൊ കണ്ടോ, ഇതിലൊരു സാധാ പോലെ വീഡിയോ ജോയിൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ട് രണ്ട് വീഡിയോൻ്റെയും മിഡിലായിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രാൻസിഷൻ എഫക്റ്റ് അപ്ലൈ ആവും. ഈ ആനിമേഷന് പറയുന്നതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ കുറെ ഈ എഫക്ട്സ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഈ ടൂളില് നമുക്ക് കിട്ടും ഫിലിമോറയിൽ. പിന്നെ വരുന്നത് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീഡിയോ ഫ്ലിപ്പ് ചെയ്യണോ, അപ്പൊ നമ്മൾ ഈ എഫക്റ്റ് ഫ്ലിപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ വീഡിയോ ലെയറിന്റെ മുകളിലുള്ള ലെയറിൽ എഫക്ട്സ് എന്ന് പറഞ്ഞ ടൂള് നമ്മൾ ഡ്രാഗ് ചെയ്തിടണം. അതായത് ഇപ്പോൾ ഈ വീഡിയോ, ഇതിനാണ് വീഡിയോ ലെയർ. ഈ ലെയറിന്റെ മുകളിൽ ഈ എഫക്ട്സിൽ ഇത്ര എഫക്ട്സ് ഉണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും എഫക്ട്സ് നമുക്ക് വീഡിയോയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോന്റെ മുകളിൽ നമ്മളുടെ മൗസ് റിലീസ് ചെയ്യണം. അതായത് ഡ്രാഗ് ചെയ്തിടുക. അപ്പൊ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഫക്റ്റ് ഞാൻ ഡ്രാഗ് ചെയ്ത വീഡിയോന്റെ മുകളിൽ ഈ വീഡിയോന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ വരുന്നതാണ്. വീഡിയോ നേരെ ഫ്ലിപ്പായിട്ടുണ്ട്. അതെല്ലാം വേറെ എഫക്റ്റ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ എഫക്ട്സ് ആഡ് ചെയ്യാം. വിൻഡേജ് എന്ന് പറഞ്ഞ എഫക്റ്റ് നമ്മൾ ആഡ് ഡ്രാഗ് ചെയ്തിട്ട് വീഡിയോന്റെ മുകളിലായിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ എഫക്റ്റ് അപ്ലൈ ആവും. അതെങ്ങനെ വരുന്ന കാണിച്ചു. വിൻഡേജ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുക. ആ എഫക്റ്റിന്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കണമെങ്കിൽ ആ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇതാണ് ആ എഫക്റ്റ്, വിൻഡേജ് എന്ന് പറഞ്ഞ എഫക്റ്റ്. അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് ഇവിടെ
ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കുറയ്ക്കാം. അതങ്ങനെ കുറെ എഫക്ട്സ് ഉണ്ട്. ഈ എഫക്ട്സ് എല്ലാം നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഏത് വീഡിയോന്റെ മുകളിലാണോ, ഏത് വീഡിയോയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ വീഡിയോന്റെ മുകളിലായിട്ട് നമ്മൾ ഈ എഫക്ട്സ് ഡ്രാഗ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണം. അതാണ് എഫക്ട്സ്. അങ്ങനെയാണ് എഫക്ട്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് വീഡിയോസിൽ. പിന്നെ അടുത്തത് നമുക്ക് എലമെന്റ്സ് വരുന്നത്. എലമെന്റ്സിൽ വരുന്ന എലമെന്റ്സ് എന്ന് ഉദ്ദേശിച്ച് കുറച്ച് ഒബ്ജക്ട്സിനെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിനൊക്കെയാണ് ഈ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വീഡിയോ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് നമുക്ക് നോക്കാം. ആഡൊന്നും ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യും. എങ്ങനെ വരുന്നത് നമുക്ക് പ്രിവ്യൂ പേജിൽ കാണാം. റൈറ്റ് സൈഡ് ഇതെല്ലാം എലമെന്റ്സ് ആണ്. നമുക്കിപ്പോ ന്യൂ എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നത്. ലെയറിന്റെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിലത്തെ ലെയറിൽ. നമ്മൾ നേരത്തെ ഒരു കളർ സാമ്പിൾ കളർ ആഡ് ചെയ്ത് ഏറ്റവും പുറകിൽ താഴത്തെ ലെയറില്ല, അതായത് നമുക്ക് ഏറ്റവും ബാക്കിൽ കാണാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാ വീഡിയോസിന്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ മുകളിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മുകളിൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എലമെന്റ്സ് ഏറ്റവും മുകളിലത്തെ ലെയറിലാണ് ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റ്സ് റൈറ്റ് സൈഡിലൂടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ മൈ വീഡിയോ ട്യൂട്ടോറിയൽസ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഈ എലമെന്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ന്യൂ എന്ന് പറഞ്ഞ ടോപ്പ് ലെഫ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോ എഡിറ്റിംഗിന്റെ ലെഫ്റ്റ് സൈഡിൽ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ന്യൂ വീഡിയോ എഡിറ്റിംഗ് സാമ്പിൾ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് അപ്പിയർ ആവും. അതുപോലെ തന്നെ കുറെ എലമെന്റ്സ് നമുക്ക് ഫിലിമോറിൽ അവൈലബിൾ ആണ്. ഈ എലമെന്റ്സിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. അതിൽ നമുക്ക് ലൈക്ക് ബട്ടൺ ഉണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോൾ പലരുടെയും വീഡിയോസിൽ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ താഴെ ഇങ്ങനെ അപ്പിയർ ആയി വരും. അതൊക്കെ നമുക്ക് ഇവിടെ ഫിലിമോറിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ എലമെന്റ്സിൽ സെക്കൻഡ് വൺ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്യുക. അങ്ങനെ ഓർഡർ. അപ്പൊ ന്യൂ എന്ന് പറഞ്ഞ എലമെന്റ് ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് അപ്പിയർ ആക്കാം. അതിനാൽ ഞാൻ സബ്സ്ക്രൈബ് ബട്ടൺ ന്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രാഗ് ഇട്ടിട്ടുള്ളത്. നമുക്ക് എത്ര ബട്ടൺസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പൊ കമന്റ് എന്ന് പറഞ്ഞ ബട്ടൺ വേണമെങ്കിൽ അത് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ട് കമന്റ്, സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് ഞാൻ കമന്റ് ബട്ടൺ ഇട്ടിട്ടുണ്ട്. ഈ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ കഴിഞ്ഞ് ഞാൻ കമന്റ് ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യും. സബ്സ്ക്രൈബ് മാത്രം വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അടുത്ത് നമുക്ക്
സ്പ്ലിറ്റ് സ്ക്രീൻ. സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് 3 വീഡിയോസ് എങ്ങനെ പ്ലേ ചെയ്യാം, അതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 2 വീഡിയോസ് ഒറ്റ ടൈമിൽ പ്ലേ ചെയ്യണമെങ്കിൽ 1, 2 ഈ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ മൂന്ന് വീഡിയോസ് ഒരു അറ്റ് എ ടൈം എങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഡ്രാഗ് ചെയ്ത് ഓക്കെ. ഈ 3 സീൻസ് അറ്റ് എ ടൈമിൽ എങ്ങനെ അപ്പിയർ ആവും ഞാൻ കാണിച്ചു തരാം. ഡ്രാഗ് ചെയ്തു അപ്പോൾ ഇങ്ങനെ വരും. സ്പ്ലിറ്റ് സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ 3 ബാക്ക്ഗ്രൗണ്ടുള്ള ഇമേജസ് വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ പേജിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ്, ലെഫ്റ്റ് സൈഡിൽ അഡ്വാൻസ്ഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പോർഷനിൽ നമുക്ക് ഇടേണ്ട വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മീഡിയയിലുണ്ട്. മീഡിയയിൽ നമുക്ക് പ്രൊജക്ട് മീഡിയ ആണ്. പ്രൊജക്ട് മീഡിയയിൽ ഞാൻ വീഡിയോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് മാറ്റിയിട്ട് ഞാൻ സാമ്പിൾ വീഡിയോ സെലക്ട് ചെയ്യും. എന്നിട്ട് പ്രിമോറിൽ തന്നെയുള്ള സൈക്കിൾ വീഡിയോയിൽ ഈ വീഡിയോ ട്രാവൽ 4 എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റ് പോർഷനിലേക്ക് ഞാൻ ജസ്റ്റ് റീപൊസിഷൻ ചെയ്യുന്നു. ആ വീഡിയോയിൽ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ റീപൊസിഷൻ ചെയ്യാം. നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ സൂം ഇൻ സൈസ് കുറയ്ക്കണമെങ്കിൽ ഈ ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് പ്ലസും അത് മൈനസും പ്ലസും കാണാൻ പറ്റും. മൈനസ് എന്ന് പറഞ്ഞാൽ സൂം ഔട്ട്. സൂം ഔട്ട് ചെയ്യുമ്പോൾ താഴെ മുകളിലും ബ്ലാക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഔട്ട് സ്പേസ് എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്പേസ്. അത് മാറ്റാൻ വേണ്ടി ഞാൻ സൂം ഇൻ ചെയ്യാണ്. പിന്നെ സെക്കൻഡ് സ്ക്രീൻ, ഫസ്റ്റ് സ്ക്രീനിൽ ആ വീഡിയോ ഉണ്ട്. സെക്കൻഡ് സ്ക്രീനിൽ ട്രാവൽ 3 എന്ന് പറഞ്ഞ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. തേർഡ് സ്ക്രീനിൽ ഞാൻ ട്രാവൽ 1 എന്ന് പറഞ്ഞ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 3 വീഡിയോസ് ഞാൻ ഈ 3 പോർഷൻസിലും ഡ്രാഗ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതെങ്ങനെ പ്രിവ്യൂ ആണ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. തേർഡ് വീഡിയോ ഫസ്റ്റ് തന്നെ പോസ് ആയിട്ടുണ്ട്. അതായത് ആ വീഡിയോന്റെ ഡ്യൂറേഷൻ അത്രേ ഉള്ളൂ. പിന്നെ പ്ലേ ആവുന്ന തേർഡ് വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പോസ് ആവും. അതായത് അതിന്റെ ഡ്യൂറേഷൻ അത്രേ ഉള്ളൂ. ഒരേ ഡ്യൂറേഷനിലുള്ള വീഡിയോസ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ ടൈം 3 വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോന്റെ അത്രയും ഡ്യൂറേഷൻ ഞാൻ സെക്കൻഡും തേർഡും വീഡിയോ ആക്കാം. അതാക്കണമെങ്കിൽ താഴെ ഈ ഗ്രാഫ് പോലെയുള്ള ഈ ലെയേഴ്സ് നമുക്ക് സെയിം ആക്കാം. മൂന്ന് വീഡിയോസും സെയിം ഡ്യൂറേഷനിലാണ് റൺ ചെയ്യണം. അപ്പൊ എല്ലാ വീഡിയോസും സെയിം ഡ്യൂറേഷനിൽ ഇപ്പോൾ റിവ്യൂ ആയതുപോലെ നമുക്ക് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് എങ്ങനെ വരുന്ന നമുക്ക് നോക്കാം.
ഇപ്പൊ 3 വീഡിയോസും ഒരേ ഡ്യൂറേഷനാണ്. അപ്പോൾ 3 വീഡിയോസും ഒരേ ടൈമിൽ തന്നെ നിൽക്കുന്നതാണ് അത് കാണിക്കുന്നത്. ഇനി എല്ലാ വീഡിയോസും ഞാൻ ഒന്ന് ജോയിൻ ചെയ്യണം. ഈ ലെയർ ഫീൽഡില് ഈ ബ്ലൂവിന്റെ എല്ലാ ഇടയ്ക്ക് ബ്ലാക്ക് ഗ്യാപ്പ് വരുന്ന വീഡിയോസിന്റെ ഇടയിൽ നമുക്ക് ഗ്യാപ്പ് ഫില്ലാക്കണം. ആ ഗ്യാപ്പ് ഫില്ലാക്കണമെങ്കിൽ നമുക്ക് ഇടയിലുള്ള എല്ലാം നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ സ്പേസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ടപ്പുറത്തുള്ള ഈ ലെയർ ഡ്രാഗ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. അതിന് തൊട്ട് മുമ്പുള്ള ലെയറായിട്ട് ജോയിൻ ചെയ്യണം. അതിൽ തന്നെ ഈ വീഡിയോ ഇങ്ങനെ വിട്ട് നിൽക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോസിന്റെ നടുക്കുള്ള ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ലേയേഴ്സ് എല്ലാം ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ എല്ലാം ഇങ്ങനെ കുറെ ഗ്യാപ്പ് ഉണ്ടായി. വീഡിയോസിന്റെ ഈ ലേയേഴ്സിന്റെ ഇടയിലെല്ലാം കുറെ ഗ്യാപ്സ് ഉണ്ടായി. ഈ ഗ്യാപ്സ് എല്ലാം നമ്മളിപ്പോ ജോയിൻ ചെയ്ത് ഡ്രാഗ് ചെയ്ത് ജോയിൻ ചെയ്ത് വീഡിയോസ് എല്ലാം നമ്മൾ ലേയേഴ്സ് എല്ലാം നമ്മൾ ടൈറ്റ് ആക്കി. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ടൈറ്റിലാണ് ഓപ്പണർ ടൈറ്റിൽ. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഞാൻ എല്ലാം ജോയിൻ ചെയ്തു. പിന്നെ നേരത്തെ ആഡ് ചെയ്ത ടൈറ്റിലെല്ലാം ഞാൻ വീഡിയോന്റെ എൻഡിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡ്രാഗ് ചെയ്തിട്ട്. അങ്ങനെ പ്ലേ ആവുന്നു. സെക്കൻഡ് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറാണ് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത കളർ ഈ സാമ്പിൾ കളേഴ്സിന്റെ കളർ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ വീഡിയോസിന്റെ എൻഡ് വരെ നമ്മൾ ഡ്രാഗ് ചെയ്തിടണം. അതിന് നമ്മൾ ഈ നടുക്കുള്ള ഈ 2 സ്പേസ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് സെലക്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ബ്ലാക്ക് സ്പേസ് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും താഴത്തെ ലെയറിൽ നമ്മൾ ആഡ് ചെയ്ത സാമ്പിൾ കളേഴ്സിലെ കളർ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മളെല്ലാ വീഡിയോസും ടെക്സ്റ്റും എല്ലാം ആഡ് ചെയ്തതിന്റെ അവസാനം വരെ നമ്മളത് ഡ്രാഗ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോസിന്റെ ഇടയിലുള്ള ബ്ലാക്ക്നെസ്
അതായത് ഗ്യാപ്പും ലെഫ്റ്റ് ഔട്ട് ഗ്യാപ്സ് എല്ലാം ഫില്ലാവും. നമുക്ക് വീഡിയോസ് ഫിലിമോറയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട്, മുകളിൽ തന്നെ എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാം അല്ലേ? ആ കമ്പ്യൂട്ടറിൽ സേവ്. സ്പീഡ് ഒന്ന് പറഞ്ഞുതരോ? സ്പീഡ് കൂട്ടാൻ നമുക്കിത് ഇപ്പോൾ നമുക്ക് ഏത് വീഡിയോന്റെ സ്പീഡാണോ കൂട്ടേണ്ടത്, ഞാൻ ഈ വീഡിയോന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സ്പേസ് ഉണ്ട് സ്പീഡ്. ഈ ലെയറിന്റെ മുകളിലായിട്ടൊരു കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡിലീറ്റ് ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ക്രോപ്പിംഗ് ഉണ്ട്, സ്പീഡ്. നേരത്തെ ചോദിച്ച സ്പീഡിന്റെ ഓപ്ഷൻ, സ്പീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആക്കാം, ഫാസ്റ്റ് ആക്കാം. നോർമൽ സ്പീഡാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഫാസ്റ്റ് ഞാൻ 2 times ഫാസ്റ്റ് ആക്കണം. ഇപ്പൊ ഞാൻ ഇപ്പൊ 1 time ഫാസ്റ്റ് ആണ് നോർമൽ. ബൈ 4 times ആക്കാം. 4 ആക്കിയിട്ടുണ്ട്. ആ വീഡിയോ മാത്രം 4 times സ്പീഡിലാണ് ഇപ്പൊ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നോർമൽ സ്പീഡാണ്. എന്നിട്ട് ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് സെലക്ട് ചെയ്യാം. ഇതിനു മുമ്പ് നമുക്ക് ഈ ചെയ്തതെല്ലാം സേവ് ചെയ്യാം. സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്താലാണ് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഈ പ്രൊജക്റ്റ് ഇപ്പൊ നിർത്തിയിട്ട് പിന്നീട് പോസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ സേവ് പ്രൊജക്റ്റ് കൊടുക്കാം. മുകളിൽ തന്നെ ഈ റിവ്യൂ വീഡിയോന്റെ മുകളിൽ തന്നെ സേവ് പ്രൊജക്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ പുതിയ ഫയലായിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഫയല് മുകളിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ഫയല് സെലക്ട് ചെയ്തിട്ട് സേവ് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. അത് സേവ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ എന്റെ പി സിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓഫീസ് പി സിയിലാണ് പെയ്ഡ് വേർഷൻ ഉള്ളത്. വാട്ടർമാർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫിലിമോറന്ന് എഴുതിയിട്ടുണ്ടാവും ഫ്രീ ആണെങ്കിൽ. ഓക്കെ, ഇവിടെ എക്സ്പോർട്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ എന്റെ പി സിയിലായതുകൊണ്ട്, എന്റെ ലാപ്ടോപ്പിലായതുകൊണ്ട് പർച്ചേസ് ചെയ്തില്ല. ഇപ്പൊ എക്സ്പോർട്ട് വിത്ത് വാട്ടർമാർക്ക് കൊടുക്കാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ നൗ കൊടുത്താൽ മതി. ബൈ നൗ കൊടുക്കുമ്പോൾ വെബ്സൈറ്റിലേക്ക് പോകും. വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിലിമോറയുടെ പെയ്ഡ് വേർഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും വാട്ടർമാർക്കിലാണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നെയിം കൊടുക്കാം. ഈ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫയലാണ് നമ്മൾ യൂട്യൂബിലേക്ക് ഇടുക അല്ലേ? അതെ. സേവ് ടു ഏത് ഫോൾഡറിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. സേവ് ടു മനസ്സിലായില്ലേ? അതായത് പ്രൊജക്ട് നമുക്ക് സേവ് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത ഫയലാണ് നമ്മൾ യൂട്യൂബിൽ ഇടുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ MP4, W, AVI, MOV പല ഫോർമാറ്റുകളുണ്ട്. അതെ, MP4 ആണ് ഏറ്റവും പോപ്പുലർ ഹൈ ക്വാളിറ്റി ഫോർമാറ്റ്. ഹൈ ക്വാളിറ്റി എല്ലാവരും MP4 ആണ് യൂസ് ചെയ്യുന്നത്. MP4 തന്നെ സെലക്ട് ചെയ്തിട്ട് സേവ് ടു എന്ന് പറഞ്ഞാൽ ഏത് ഫോൾഡറിലേക്കാണ് ഡയറക്ടറി സെലക്ട് ചെയ്യാം. ഡിയിലോ ഡെസ്ക്ടോപ്പിലോ നമുക്ക് ഇവിടെ സെലക്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ വേണ്ടിയിടാം. അതുപോലെ തന്നെ റെസല്യൂഷൻ ഇതെപ്പോഴും ബെസ്റ്റ് ആയിട്ട് തന്നെ കിടക്കും ക്വാളിറ്റി. നമുക്ക് ഓക്കെ കൊടുക്കാം. അത് നമുക്ക് എക്സ്പോർട്ട് കൊടുക്കാം. അപ്പോൾ അതേ സൈസ് കണ്ടോ 283 MB ആണ് ഇത് തന്നെ കാണിക്കുന്നത്.
ഈ 20 സെക്കൻഡ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 253 MB. എക്സ്പോർട്ട് കൊടുത്തപ്പോൾ അതെ ഇങ്ങനെ വരും. നമ്മളുടെ പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. എത്ര ടൈം റിമൈനിങ് 9 minutes 38 seconds 2%. ഇത് എക്സ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇത് കാണിക്കുന്നത്. അന്നത് റെൻഡർ ചെയ്യണമെന്നില്ല, ക്ലോസ് ചെയ്തരാം, കുഴപ്പമില്ല. റെൻഡർ ചെയ്ത ഫയൽ ആയില്ലോ അല്ലേ? യൂട്യൂബിൽ ഇടാം അല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ. ഓക്കെ, ഫേസ്ബുക്ക് കവറിങ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്യാം. ഓക്കെ. അപ്പൊ അതാണ് വീഡിയോ. അതേപോലെ തന്നെ ബാനർ, യൂട്യൂബ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. വീഡിയോ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്നിപ്പോ ഇത് PPT കണ്ടപ്പോൾ മനസ്സിലായി, ഇന്ത്യയിൽ ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ. ടി സീരീസ് 10 കോടി സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യനാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ.